ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈഫിൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ആമസോൺ വ്യൂ പോയിൻറ്റ്. മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള ഒരു പ്ലേസ് ആട്ടോ. ഒരു 67 കിലോമീറ്റർ ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ആമസോൺ വ്യൂ പോയിൻറ്റിലേക്ക്. നമ്മളിപ്പോൾ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ആയതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. റോഡിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയുള്ള ഒരു പാലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഉണ്ട് ഗൈസ് പോകാൻ ഒരുപാട് ദൂരം. ഇപ്പോൾ നമ്മൾ ചാത്തല്ലൂരെത്തി. ചാത്തല്ലൂരിൽ നിന്ന് മുകളിലേക്കുള്ള കയറ്റാട്ടോ ഇത്. ഈ റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. ഒരു സിമൻ്റൊക്കെ ഇട്ട റോഡ് പോലെ ഉണ്ട്. കാറിനും ബൈക്കിനൊക്കെ സുഖമായിട്ട് കയറാൻ പറ്റും. ഇടയിൽ ഓരോ ഹമ്പ് ഉണ്ട്. ആ ഹമ്പ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടി അഡ്വഞ്ചറായിട്ട് കൂടി ചില സ്ഥലത്തൊക്കെ ചെറുതായിട്ട് ഒരയുന്നുണ്ടായിരുന്നു ഹമ്പിൽ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ട് കയറാൻ പറ്റുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും റബ്ബർ തോട്ടങ്ങളാണ്. കുറച്ച് റോയൽ എൻഫീൽഡിൻ്റെ ടീംസ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു വണ്ടി മുമ്പിലും ഉണ്ട്, ഒരു വണ്ടി പിറകിലും ഉണ്ട്. ഇവരുടെ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ആട്ടോ ഈ കയറ്റം കയറുമ്പോൾ. അത്യാവശ്യം മഞ്ഞല്ല, അത്യാവശ്യം കോടയൊക്കെ മൂടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ബൈക്ക് എടുത്ത് പോകുന്നതിന്. നമ്മളെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ബൈക്ക് താഴെ വെച്ച് നടന്ന് മുകളിലേക്ക് കയറുന്ന കണ്ടുകൊണ്ട് നമ്മളും ബൈക്ക് താഴെ വെച്ച് മുകളിലേക്ക് നടന്ന് കയറി. ഇതാണ് നമ്മൾ നടന്ന് കയറി വന്ന വഴി. പക്ഷേ സുഖമായിട്ട് ബൈക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു വഴിയാട്ടോ. ബൈക്ക് താഴെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് അഡ്വഞ്ചർ ബൈക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് കയറി വരും. അല്ലാത്ത നോർമൽ ബൈക്കാണെങ്കിൽ താഴെ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും. കുറച്ച് റോഡ് മോശമാണ്, അവിടെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കേണ്ടി വരും. എന്തായാലും നമുക്ക് ബൈക്ക് എടുക്കാണ്ട് വന്ന് നഷ്ടമായിപ്പോയി. വൈഫ് പറഞ്ഞതുകൊണ്ടാണ് ബൈക്ക് എടുക്കേണ്ട, ട്രക്കിങ്ങിന് വന്നില്ലേ നടന്ന് കയറാമെന്ന്. കുറച്ച് നടക്കാനുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വ്യൂ ആണ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ. മഞ്ഞുകൂടി കിടക്കുകയാണ്, രസമുണ്ട് കാണാൻ. പൾസറൊക്കെ ഇവിടെ വരെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മലനിരകൾ കണ്ടോ, മേഘങ്ങൾ മൂടിക്കിടക്കാം. അങ്ങനെ കുറച്ച് സമയത്തെ നടത്തത്തിന് ശേഷം ദൂരെ ഒരു ചായക്കട കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. ഈ സ്പോട്ട് വരെ നമുക്ക് സുഖമായിട്ട് ബൈക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ചായക്കടയിൽ നിന്ന് അത്യാവശ്യം വെള്ളം അതുപോലെ തന്നെ സ്നാക്സൊക്കെ കിട്ടും കേട്ടോ കഴിക്കാൻ. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇതൊരു ചെറിയ വ്യൂ പോയിൻ്റാണ്, പക്ഷേ നല്ലോണം മൂടിക്കിടക്കുന്നതായതുകൊണ്ട് നമുക്ക് വ്യൂ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എന്തായാലും അടുത്തൊരു പോയിന്റിൽ പോകുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ വ്യൂ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം മുകളിലോട്ട് കയറാനുണ്ട്. അങ്ങനെ നമ്മൾ ഒരു കുപ്പി വെള്ളവും വാങ്ങി ഇവിടുന്ന് മുകളിലേക്ക് കയറാണ്. ശരിക്കും പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങുന്നതിനോട് ഞാൻ അത്ര നല്ല അഭിപ്രായമല്ല കേട്ടോ. അങ്ങനെ ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ തന്നെ തിരിച്ചതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാൻ നോക്കണം. ഒരിക്കലും കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വരരുത്. ഇതാണ് ജണ്ട, കാടിൻ്റെ അതിര് മനസ്സിലാക്കാൻ വേണ്ടി വെക്കുന്ന സംഭവം കേട്ടോ. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. അത്യാവശ്യം നല്ല കയറ്റം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് എൻ്റെ കൂടെ വന്ന ആളെല്ലാം അവസ്ഥ ഉണ്ടാകും. എൻ്റെ അവസ്ഥയും അത്ര നല്ല അവസ്ഥയൊന്നുമല്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല ഒരു എനർജി ഉണ്ട്. പിന്നെ സൈഡിലൊക്കെ കാണാനുള്ള വ്യൂ നിങ്ങൾ കണ്ടോ, ഇത്രയും നല്ല വ്യൂ ആണ് ഓരോ സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴും. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് കയറാൻ പറ്റും. ആ വ്യൂ ഒക്കെ കണ്ട് കയറുമ്പോൾ വീണ്ടും എനർജി ബൂസ്റ്റായി വന്നോളും.
താഴെ നിന്ന് നമ്മൾ കണ്ട ആ സെയിം മലനിരകളാട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവം. ഏകദേശം എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ അടുത്തോട്ട് വരുമ്പം ആ നേരത്തെ ഒട്ടും കാണാൻ പറ്റാതിരുന്നൊക്കെ മാറി നല്ല അടിപൊളി വ്യൂ ആയില്ലേ. ഇനിയും ഒരുപാട് മേലേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധികം റെസ്റ്റ് എടുക്കാണ്ട് ഈ പുൽമൈതാനിയിലൂടെ വെച്ച് വീണ്ടും മുകളിലേക്ക് പിടിച്ചു. കണ്ട ആ വ്യൂ എല്ലാം കണ്ടതിന് ശേഷം എൻ്റെ കൂടിയിലുള്ള പവർ കണ്ട, പവർ എന്നാ സ്പീഡ് കയറി പോകുന്നു. എല്ലാവരുടെ അടുത്തും ഒരു റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഐറ്റംസോ ഇതുപോലെ ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരിക്കലും വേസ്റ്റ് ആയിട്ട് കളയരുത് കേട്ടോ. കാരണം വെച്ചാൽ അത് അവിടുത്തെ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും അത് ഭയങ്കര ദോഷമാണ്. മാക്സിമം നമ്മൾ എന്ത് സാധനം കൊണ്ടുപോയാലും തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് തന്നെ അത് കൊണ്ടുവരാനുള്ള ഇത് നമ്മൾ കാണിക്കണം കേട്ടോ. ഇവിടെയൊക്കെ എത്രയാണ് വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ വ്യൂ പോയിന്റിൽ ഇരിക്കുകയാണ് കേട്ടോ, ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്, ഫുൾ മഞ്ഞ് മൂടി കിടക്കുക. ഭയങ്കര രസമുണ്ട്, പക്ഷേ വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ആ വ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരും, പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും കോടമഞ്ഞ് വന്ന് മൂടും. അപ്പം നമുക്ക് ഇത്രയും സമയമായിട്ടും ഒരു കറക്റ്റ് വ്യൂ കിട്ടിയിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഇവിടുന്ന് ഒരു വ്യൂ കണ്ടിട്ടേ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന് വെച്ചിട്ടാണ്. ചെറുതായിട്ട് ഒന്ന് തെളിഞ്ഞു വരും, പിന്നെ വീണ്ടും വീണ്ടും അത് മൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും എത്ര സമയം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇവിടുന്ന് ഒരു വ്യൂ പ്രോപ്പറായി കണ്ടതിന് ശേഷം ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ പോകും. ടോപ്പിൽ നിന്നുള്ള വ്യൂവും കൂടി കണ്ടിട്ട് നമ്മൾ താഴെ ഇറങ്ങുന്നുള്ളൂ. എന്തായാലും എൻ്റെ കൂടെ വന്ന ആൾ നല്ല സ്ട്രോങ് ആണ്, ഇനിയും കയറാൻ റെഡി ആയിട്ടാണ് ആൾ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് ഇരിക്കാൻ പറ്റിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. തെളിയുന്നുണ്ട് കണ്ടോ. ഇതാണ് ചാലിയാർ പുഴേൻ്റെ ഒരു വ്യൂ കേട്ടോ, ഇവിടുന്ന് നോക്കുമ്പോഴത്. ഇതും ഈ കോടയൊക്കെ കുറച്ചുകൂടി മാറിക്കഴിഞ്ഞാലല്ലേ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. നല്ല സൂര്യനും കൂടി വന്നു, അപ്പോൾ നല്ല കിഡുമായിട്ടുള്ള വ്യൂ കിട്ടിയിട്ടുണ്ട്. ആ വ്യൂവിൻ്റെ നടുക്കൊരു പുഴു ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. എൻ്റെ ക്യാമറയിൽ ഒരു അടിപൊളിയായിട്ടൊരു പുഴു നടുക്കുന്ന ഡാൻസ് കളിക്കുന്നുണ്ട്. ആ വ്യൂ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളി ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വ്യൂ കണ്ട സന്തോഷത്തിൽ നമ്മൾ വീണ്ടും ഓടിച്ചാടി അടുത്ത മല കൂടി കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. ആ വ്യൂ കണ്ട ഹാപ്പിനെസ്സിലാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ടോപ്പിലെത്തി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് സ്ഥലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഉള്ള വ്യൂ ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും. ഏകദേശം ഇവിടുന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഈ മരങ്ങൾക്കിടയിലൂടെ ഇത് കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലില്ലേ, ഭയങ്കര രസമാണ്. നല്ല സൂര്യൻ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതോടുകൂടി നമ്മളെ വ്യൂ ക്ലാസ്സായി മാറി. എന്തൊരു ഭംഗിയാണ് ഈ ചാലിയാർ പുഴേനെ ഇത്ര ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാലിയാർ പുഴേൻ്റെ ഈ വ്യൂ കണ്ടോ, ഇതുപോലെ തന്നെ കേട്ടോ ആമസോൺ കാടുകൾ മുകളിൽ നിന്ന് എടുക്കുന്ന വീഡിയോയിൽ ഞാൻ ഗൂഗിളിൽ കണ്ടതാണ്. അല്ലാണ്ട് എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് നേരിട്ട് കണ്ടിട്ടുള്ള പരിചയമൊന്നുമില്ല. പക്ഷേ ഗൂഗിളിൽ ഫോട്ടോസ് നോക്കുമ്പോൾ ഏകദേശം ഇതുമായിട്ട് നല്ല സാമ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടീസ് കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഈ കാടും മലയൊക്കെ ഇറങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോയി നല്ല അടിപൊളിയായൊരു ഫുഡും അടിച്ച് റെസ്റ്റ് എടുക്കാൻ പോവാം. അപ്പോൾ എല്ലാവരുടെയും ബൈ. ഇനിയും ഇതുപോലുള്ള യാത്രകളൊക്കെ ചെയ്ത് ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോളൂ കേട്ടോ.